Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടം വരെ എടുത്തു? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർമ്മയില്ല? എന്താണ് ആരൊന്നും പറയാത്തെ? Function of the Accident and Emergency Services. Function of accident A&E services അല്ലേ? നോക്കിയാ നിങ്ങ എടുത്ത ഭാഗങ്ങള് നോക്കിയിരുന്നോ? എന്താണ് ആരൊന്നും പറയാത്തെ? എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതുണ്ടോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല. നമുക്ക് ക്ലാസ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ. Hospital administration must ensure hospital administration emergency departmentലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്? അതായത് A&E ഡിപ്പാർട്ട്മെന്റിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത്? ഫസ്റ്റ്, the ED must be organized and administered to meet the healthcare needs of its population. Emergency departmentile population എന്ന് പറഞ്ഞാൽ ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പോപ്പുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ആയിരിക്കും അല്ലേ? ആണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും അവിടുത്തെ പോപ്പുലേഷൻ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പോപ്പുലേഷൻ. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പോപ്പുലേഷന്റെ, അതായത് അവിടെ കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്താണ് ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ, അങ്ങനെയുള്ള ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങള് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് നിയന്ത്രിക്കുകയും സംഘടിപ്പിക്കുകയും വേണം. ഇപ്പൊ എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് അവർക്ക് മെഡിസിൻസ് ആവശ്യമുണ്ട്, അവർക്ക് എന്തെങ്കിലും വാക്സിനേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ വീൽ ചെയേഴ്സോ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ ആംബുലൻസ് സർവീസുകൾ ആവശ്യമായിട്ടൊക്കെ വരും അല്ലെ? വരോ? ഡോക്ടേഴ്സിന്റെ അല്ലെ, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ സേവനം അവർക്ക് ആവശ്യമായിട്ട് വരും. ആണോ? എന്താണ് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ആരും ഒന്നും ഒരു അനക്കോ ഇല്ലാത്തത്? അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ നീഡ്സിനനുസരിച്ച്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? പേഷ്യൻസിന്റെ നീഡ്സിനനുസരിച്ച് അല്ലെ? അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ നീഡ്സ് എന്താണ്, ആവശ്യങ്ങൾ എന്തായിരിക്കും? അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ, അവർക്കുള്ള കെയേഴ്സ്, അവർക്കുള്ള മെഡിസിൻസ് അല്ലെ, അല്ലെങ്കിൽ എക്യുപ്മെന്റ് സേവനം, അതൊക്കെയായിരിക്കും അവരുടെ ആവശ്യങ്ങൾ അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്,
Operation of ED must be guided by written policies and procedures. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്താണ് പോളിസികളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. എന്താണ് നടപടികളും നയങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പോളിസികളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ രേഖാമൂലമുള്ള നയങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസരിച്ചായിരിക്കണം അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ. റിട്ടൺ ആയിട്ടുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ രേഖാമൂലമുള്ള നയങ്ങൾക്കും നടപടികൾക്കും അനുസരിച്ചായിരിക്കണം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ക്ലിയർ ആയോ? ഫസ്റ്റ് 2 പോയിന്റ്. ഇപ്പൊ ജസ്റ്റ് ഒരു ഓഫീസ് ആണെങ്കിലും അല്ലെ, ജസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ആണെങ്കിലും എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർക്കൊരു പോളിസികളൊക്കെ ഉണ്ടാവും അല്ലെ. ഇത്ര വയസ്സ് സ്കൂളിൽ ആണെങ്കിൽ എന്താണ് ഇത്ര വയസ്സ് മുതലുള്ള കുട്ടികളെ മാത്രം അവിടെ അഡ്മിഷൻ എടുക്കുള്ളൂ, ഇത്രാം ക്ലാസ് മുതലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ അവിടെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സിന് എന്താണ് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്നൊക്കെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഇല്ലേ, പോളിസികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും. അതേപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ നയങ്ങൾക്കും നടപടികൾക്കും അനുസരിച്ചായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. Next, medical and nursing director of hospital, along with the appropriate integration of ancillary service, must ensure quality and safety in emergency department. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മറ്റേ ആൻസിലറി ആയിട്ടുള്ള സർവീസുകളുടെ ഇന്റഗ്രേഷൻ വേണം അല്ലെ. എന്താണ് സംയോജനം വേണം, കൂട്ടായ്മ വേണം. എന്താണ് ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോ അവർക്ക് എന്താണ് ആൻസിലറി സർവീസ് എന്ന് പറഞ്ഞാല് അനുബന്ധ സർവീസുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ലാബ് സർവീസുകളായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകളുടെ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ സ്കാനിങ് ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സഹായം അവർക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിന് മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് അനുബന്ധ പ്രവർത്തനങ്ങൾ കൊടുക്കും. അതെന്താണ് ക്വാളിറ്റി ഉള്ളതാണോ, സേഫ്റ്റി സുരക്ഷയുള്ളതാണോ എന്ന് ഈ മെഡിക്കൽ നഴ്സിംഗ് ഡയറക്ടർ എന്ത് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? Medical and nursing director of hospital, along with appropriate integration, ancillary service must ensure quality and safety emergency department. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എൻട്രി ചെയ്യുന്ന പ്രവേശിക്കുന്ന പേഷ്യന്റിന് കൊടുക്കുന്ന അനുബന്ധ സർവീസുകൾ ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ, സുരക്ഷിതത്വമുള്ളതാണോ എന്ന് ആരാണ് ഈ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ അത്? Next, appropriate of emergency care are continually monitored and evaluated. എന്താണ് നമ്മുടെ അടിയന്തര പരിചരണത്തില് അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കെയർ എന്താണ് തുടർച്ചയായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ആരാണ് ഇതൊക്കെ നോക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണല്ലേ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് കെയർ അല്ലെ, എന്താണ് പരിചരണങ്ങള് എന്താണ് ഫുള്ളായിട്ട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. പേജ് നമ്പർ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ എന്നുള്ളതാണ് മിസ് എടുക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസുകൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷൻ ആണ്. Next, the medical director should oversee all aspects of practice of emergency medicines in emergency department. Emergency department എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും.
എന്താണ് ഇപ്പൊ എന്തെങ്കിലും ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന്, അതല്ലെങ്കിൽ എന്താണ് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ, അതല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിനുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അവർക്ക് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട മെഡിസിൻസ് ഉണ്ടാവും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അങ്ങനെയുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് മെഡിസിന്റെ എല്ലാ വശങ്ങളും ഈ നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് ആ മെഡിസിൻ കൊടുക്കുന്നത് കൊണ്ട് ആ പേഷ്യൻസിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള എമർജൻസി മെഡിസിൻസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ഈ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഡയറക്ടർ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, വിലയിരുത്തിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? All new staff members should get a formal orientation program that addresses എന്താണ് പുതുതായി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി ജോയിൻ ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾക്ക് എന്താണ് അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കൊടുക്കുക. എന്താണ് ഒരു പേഷ്യന്റിനെ എങ്ങനെ കെയർ ചെയ്യണം അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ, ആണോ? അവർക്ക് എമർജൻസി ആയിട്ട് കെയർ ആവശ്യമായത് കൊണ്ടായിരിക്കും അവർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എൻറർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെ നോക്കുന്നതിന് ഒരു പ്രത്യേക ട്രെയിനിങ്ങുകളും സ്കില്ലൊക്കെ വേണല്ലേ. അപ്പൊ എന്താണ് പുതുതായി ജോയിൻ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങൾ കൊടുക്കുക, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ നൽകുക. നെക്സ്റ്റ് ദ മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് സ്ഥാപനത്തിന്റെ ദൗത്യം, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ദൗത്യം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ദൗത്യം എന്തായിരിക്കും? എന്തായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ദൗത്യം പറയാമോ? എന്തായിരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം എന്താണ് റെസ്പോൺസിബിലിറ്റി. അതായത് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക അല്ലെ, അവരെന്താണ് ലൈഫ് സേവ് ചെയ്യുക അല്ലെ, ആണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യുക. അപ്പൊ എന്താണ് അങ്ങനെയുള്ള മിഷൻ അവിടെ എന്താണ് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ, കെയർ കൊടുക്കുന്നുണ്ടോ, എന്താണ് ഒരു ടൈം ലാബും കൂടാതെ എന്താണ് ഒരു ടൈമും വേസ്റ്റ് ആക്കി കളയാതെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി PD എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നോക്കിയേ. ലാസ്റ്റ് ഒന്ന് നോക്കിയേ, സ്റ്റാൻഡേർഡ് ദ മിനിമം സെറ്റ് ഓഫ് SOP ഷുഡ് ബി അവൈലബിൾ ഫോർ. എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയാണ്? റിസീവിംഗ് ഓഫ് ദി പേഷ്യന്റ് എന്നാണ് പേഷ്യന്റിനെ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക എന്നാണ്. പേഷ്യന്റിനെ നല്ല രീതിയിൽ സ്വീകരിക്കണം അല്ലെ, വേണോ? എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ആംബുലൻസിലാണ് അവരെ കൊണ്ടുവരുന്നതെങ്കിൽ എന്താണ് അവർക്ക് അപ്പൊ തന്നെ സ്ട്രക്ചറിന്റെ സേവനം ലഭ്യമാക്കുക അല്ലെ, അറ്റൻഡറിനെ വിളിക്കുക, അങ്ങനെയൊക്കെയാണോ? ആണോ? അപ്പൊ എന്താണ് അവർക്ക് നല്ല രീതിയിൽ ആ പേഷ്യന്റിനെ റിസീവ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ്. എന്താണ് പേഷ്യന്റിന്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ട്രയേജ് ഓഫ് ദി പേഷ്യന്റ് എന്താണ് ട്രയേജ് നൽകുക അല്ലെ. എന്താണ് പേഷ്യന്റിനെ അവരെ മെഡിക്കൽ കെയർ എന്ത് മെഡിക്കൽ കെയർ ആണോ വേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ട് അവർക്കുള്ള ട്രയേജ് കൊടുക്കുക, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ സോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. എന്താണ് ഹോസ്പിറ്റലിന് ഷിഫ്റ്റ് ചെയ്യുക. എന്താണ് ചിലപ്പോ അവരെന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് ചിലപ്പോ എന്താണ് ICUലേക്ക് മാറ്റേണ്ടി വരും അല്ലെ, അതല്ലെങ്കിൽ എന്താണ് അവരെ സ്കാനിങ്ങിന് വേണ്ടി മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും, അതല്ലെങ്കിൽ അവരെ ഓപ്പറേഷന് വേണ്ടി മാറ്റേണ്ടി വരും അല്ലെ.
അങ്ങനെയുള്ള ഷിഫ്റ്റിങ്ങും ട്രാൻസ്ഫറിങ്ങും നടക്കുക. നെക്സ്റ്റ് റെഫറൽ ഓഫ് ദി പേഷ്യൻസ്. എന്താണ്? പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് കെയർസ് ആവശ്യമായിട്ട് ഉണ്ടെങ്കിൽ എന്താണ്, അവരെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനേക്ക് റെഫർ ചെയ്യുക, പറഞ്ഞയക്കുക. നെക്സ്റ്റ് എന്താണ്? ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യന്റ്. എന്താണ്? അവരുടെ നില സ്റ്റേബിൾ ആയി കഴിഞ്ഞാല്, ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് അവരെന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക, പറഞ്ഞയക്കുക. പിന്നെന്താണ്? ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്. എന്താണ്? ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന പേഷ്യൻസ് ആരെങ്കിലും മരണപ്പെട്ടാലല്ലേ എന്താണ്, അത് റെക്കോർഡ് ചെയ്യുക. ബ്രോട്ട് ഇൻ ഡെഡ് കേസസ് വന്നു കഴിഞ്ഞാല്. പിന്നെ നെക്സ്റ്റ് എന്താണ്? കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു അലേർട്ട് ആണത്. എന്താ, ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ എന്താ, ഹോസ്പിറ്റലില് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കാർഡിയാക് സ്പെഷ്യലിസ്റ്റിന്റെ ഒക്കെ ഡോക്ടേഴ്സിന്റെ സേവനം ആവശ്യമായിട്ട് വരൂലേ. അവിടെ കാർഡിയാക് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ, അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെ, അങ്ങനെയുള്ള കാർഡിയാക്കുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റിന്റെ ഒക്കെ എന്താണ് സേവനം അവർക്ക് ആവശ്യമായിട്ട് വരൂലേ. വരുമോ? വരും. അപ്പൊ എന്താ, ഇത് അവരറിയിക്കണ്ടേ നമുക്ക്? കാർഡിയാക് ഡോക്ടർ അല്ലെങ്കിൽ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട നഴ്സുമാർ അവർക്ക് വിവരം അറിയിക്കണം അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്. അതിനു വേണ്ടി ഇവര് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന സ്ഥലത്ത് നിന്ന് മൈക്കിൽ എന്താണ്, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ് എന്ന് 3 തവണ അവർ വിളിച്ചു പറയും ആ മൈക്കിലൂടെ. അപ്പൊ എന്താണ്, ഈ ഡോക്ടേഴ്സിന്, കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊക്കെ എന്താണ് ഇത് അറിയാൻ പറ്റും. ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മേജർ ആയിട്ടുള്ള ഏതെങ്കിലും കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടേക്ക് നമ്മുടെ സേവനം ആവശ്യമാണെന്ന് ഇവർക്ക് എന്താണ് മനസ്സിലാവും. അപ്പൊ എന്താ, ആ അലേർട്ട് കിട്ടുമ്പോ തന്നെ ഈ ഡോക്ടേഴ്സും സ്റ്റാഫുകളൊക്കെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഈ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവർക്കുള്ള ചികിത്സ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മേജർ ആയിട്ടുള്ള കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും കൊടുക്കുന്ന അലേർട്ടാണ് കോഡ് ബ്ലൂ. എന്താണ്, ഈ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ തന്നെ, അതല്ലെങ്കിൽ ഒരാൾ പോയി ആ സെക്ഷനിൽ പോയി പറയാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈം വേണ്ടി വരൂലേ. എന്താണ്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് താഴത്തെ ഫ്ലോറിലായിരിക്കും അല്ലെ, ഹോസ്പിറ്റലിലെ എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിരിക്കും. അപ്പൊ എന്താണ്, അവിടെ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോ ഉള്ള കാർഡിയാക് സെക്ഷനിലൊക്കെ പോയി വരുമ്പോഴേക്കും നേരം പിടിക്കില്ലേ. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡോക്ടേഴ്സിന് പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ട് ഈ പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? കോഡ് ബ്ലൂ. നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസസ് എന്താണ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്താണ് അവൂടെ പറയാം. എന്താണ്, ഇപ്പൊ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യന്റ് എന്താണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താ, മേജർ ആയിട്ടുള്ള എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റുമായി, നെഞ്ചില് വേദന അങ്ങനെയുള്ള കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട സെക്ഷനുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനും അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരൊക്കെ ഉണ്ടാവും അല്ലെ, കാർഡിയാക് സെക്ഷനിൽ സ്കില്ല് ലഭിച്ച നഴ്സുമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കും പിന്നെ അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകളൊക്കെ ആവശ്യമാണ് അല്ലെ. കാർഡിയാക് മോണിറ്റർ വേണം അല്ലെ, ECG മെഷീൻ വേണം, വേണ്ടേ? അപ്പൊ അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. എന്താണ് കോഡ് ബ്ലൂ അലേർട്ടഡ് എന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് 3 തവണ വിളിച്ചു പറയുമ്പോഴേക്കും എന്താണ്, ആ ഡോക്ടറിനെ അല്ലെങ്കിൽ ആ നേഴ്സിനെ അല്ലെങ്കിൽ അവിടെ അങ്ങനെ അതിനാവശ്യമായ എക്യുപ്മെന്റ്സുകളൊക്കെ എന്താണ് ആ സമയത്ത് തന്നെ അവർക്ക് എന്താണ് ലഭ്യമായിട്ട് വരും.
അപ്പൊ അവരെന്താണ് ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർ അല്ലെങ്കിൽ അറ്റൻഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ആ എക്യുപ്മെന്റ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്യും. ക്ലിയർ ആയോ? നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസസ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഓർമ്മയുണ്ടോ? പോലീസിന്റെ അറിവിലേക്ക് നൽകുന്ന റെക്കോർഡ് മെഡിക്കൽ ഇന്റിമേഷൻ റെക്കോർഡ്, പോലീസ് ഇന്റിമേഷൻ റെക്കോർഡ്. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് റേപ്പ് കേസുകൾ. ഇങ്ങനെ പോലീസിന്റെ അറിവിലേക്ക് കൊടുക്കുന്ന കേസുകളുടെ റിപ്പോർട്ടുകളൊക്കെ അല്ലെ. ഇന്ന കേസ്, ഇന്ന പേഷ്യന്റ്, ഇത്ര ഏജ്, ഇന്ന ബുദ്ധിമുട്ടായിട്ടാണ് അവരെ കൊണ്ടുവന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്നും പറഞ്ഞ് ഇവരെന്താണ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. എന്തൊക്കെ കേസുകളാണ്? റേപ്പ് കേസുകൾ, പോയിസണിങ് അല്ലെ, ട്രോമ, ആക്സിഡന്റ് കേസുകൾ അല്ലെ, അങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ്. സൂയിസൈഡിങ് അറ്റംപ്റ്റുകള്. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെ. ഓരോ ഹോസ്പിറ്റലിലും ഓരോ സെക്ഷനിലും അവർക്ക് അവരുടേതായ ഓരോ പ്രോട്ടോകോൾസ് ഉണ്ടാവും അല്ലെ, പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പെരുമാറ്റച്ചട്ടങ്ങൾ, ക്ലിനിക്കൽ പ്രോട്ടോകോൾസുകള് നല്ല രീതിയിൽ ചെയ്യുക. ക്ലിയർ ആയോ? SOP സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്നാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ആദ്യം റിസീവ് ചെയ്യുക അല്ലെ, പേഷ്യന്റിനെ സ്വീകരിക്കുക, പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യിക്കുക, ട്രയേജ് കൊടുക്കുക, പിന്നെ എന്താണ് ഷിഫ്റ്റ് ചെയ്യുക അല്ലെ, പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റൂമിലേക്കോ അല്ലെങ്കിൽ ICUയിലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കോ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് റെഫറൽ ഓഫ് ദി പേഷ്യന്റ് എന്നാണ്, പേഷ്യന്റിന് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുപോകണമെങ്കിൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങോട്ട് റെഫറൽ ചെയ്യുക. പിന്നെ എന്താണ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല്, ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് ED മീൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡിസ്ചാർജ് ചെയ്യുക എന്നാണ്, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കുക. ബ്രോഡ് കിഡ്നി ഡെഡ് കേസുകൾ എന്താണ്, ഡെഡ് കേസുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാർഡിയാക് ഡോക്ടേഴ്സിനെ വർക്ക് ചെയ്യുന്ന കാർഡിയാക് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് അതല്ലെങ്കിൽ അതിനാവശ്യമായ എക്യുപ്മെന്റുകളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന അലേർട്ടാണ് കോഡ് ബ്ലൂ. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ്. ഓൺലി കാർഡിയാക് അല്ല, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ വന്നാലും ഈ കോഡ് ബ്ലൂ തന്നെയാണ് അലേർട്ട് ചെയ്യുന്നത്. റെസ്പിറേഷൻ ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ. നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസുകൾ. മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, പോലീസിന്റെ അറിവിലേക്കല്ലേ എന്തെങ്കിലും എന്താണ് കേസുമായി പറ്റുന്ന ഇതുകള് എന്താണ് സൂയിസൈഡിങ് അറ്റംപ്റ്റ്, പോയിസണിങ്, ആക്സിഡന്റ്, ട്രോമ, അടിപിടി കേസുകള്, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസുകൾ. ഇങ്ങനെയുള്ള കേസുകള് മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് അവിടെ സൂക്ഷിക്കുന്നു. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പെരുമാറ്റച്ചട്ടങ്ങള്, പ്രോട്ടോകോൾസ്. SOP ക്ലിയർ ആയോ? SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മുടെ ഇവിടെ അത് മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഓഫ് ദി OTD. എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ ആയിരിക്കണം അല്ലെ. പ്രവർത്തനങ്ങൾ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അപ്പൊ എന്താ, ആ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ, ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്.
സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്നാണ് ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ആയ രീതിയിലായിരിക്കണം അല്ലെ, ക്വാളിറ്റി ഉള്ള രീതിയിലായിരിക്കണം അല്ലെ. എന്താണ് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു രീതിയിൽ സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് പേഷ്യന്റിനെ എമർജൻസിയിൽ നമ്മുടെ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് അവരെന്താണ് ആംബുലൻസിൽ നിരക്കാനോ അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരും മുതിർന്നിട്ടില്ലെങ്കിൽ എന്താണ് അത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ആണോ? നല്ല രീതിയാണോ അത്? അല്ല അല്ലെ, അല്ല. അപ്പൊ എന്താണ്, അപ്പൊ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സിൽ എന്താണ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്റർ ആയത് മുതൽ അവരെ അവിടെ പറഞ്ഞയക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തുപെടും? ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടും അല്ലെ, പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടില്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടില്ലേ? അതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിലായിരിക്കുക, സ്റ്റാൻഡേർഡ് ആയ രീതിയിലായിരിക്കുക. EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ആൽഫി എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായി ആൽഫി? ഓരോന്നിന്റെ ഫുൾ ഫോം ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായില്ല. ഈ ചാപ്റ്ററിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കിയേ, ഇൻട്രൊഡക്ഷനിൽ ഒന്ന് നോക്കിയേ. ED കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എമർജൻസി റൂം ER. ഈ കാഷ്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റ് പേരുകളാണ് ED ER കാഷ്വാലിറ്റി. Next, responsibilities of each member of the ED staff. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളും അല്ലെ, ഓരോ സ്റ്റാഫുകളും അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ഉത്തരവാദിത്തങ്ങള് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, രജിസ്റ്റേർഡ് നഴ്സ് ആയിക്കോട്ടെ, EMT ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എന്താണ് ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങള് അവരുടെ ഉത്തരവാദിത്തങ്ങള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. എന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവര് പ്രൊഫഷണൽ അറിവും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്തുക. എന്താണ് അവർക്ക് എന്തെങ്കിലും ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കൊടുത്ത് കാണിട്ട് അവരെ സ്കില്ലുകള് എന്താണ് മെച്ചപ്പെടുത്തുക. ക്ലിയർ ആയോ അത്? Next, triage and screening of each patient must be performed by a physician or trained RN എന്നുണ്ട് ഇവിടെ. R എന്ന് മാത്രമല്ല RN with EMT. ഒന്നുകൂടെ പറയാം. എന്താണ് സ്റ്റാഫുകളിൽ എന്താണ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അവിടെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും അല്ലെ, പിന്നെ എന്താണ് രജിസ്റ്റേർഡ് നഴ്സ് ഉണ്ടാവും, EMT ഉണ്ടാവും അല്ലെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. അവിടെയുള്ള ടെക്നിക്കൽ പരമായ കാര്യങ്ങള് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്താണ് അവര് പ്രൊഫഷണൽ അറിവും വൈദഗ്ധ്യവും എന്താണ് മെച്ചപ്പെടുത്തണം. എങ്ങനെയൊക്കെ ആയിരിക്കും ഒരാളുടെ സ്കില്ല് അല്ലെങ്കിൽ അറിവുകൾ മെച്ചപ്പെടുത്തുന്നത്? എങ്ങനെയാണ്? എക്സ്പീരിയൻസിലൂടെ. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ കൊടുത്താണ് അല്ലെ അവര് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ആര് കൊടുക്കുക? അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുക.
triage and screening of each patient must be performed by a physician or trained RN with EMT. RN എന്നുണ്ട് കേട്ടോ, ആറിന് മാത്രം കൊടുത്തിട്ടുള്ളൂ. എന്താണ് ട്രയേജ്? അതല്ലെങ്കിൽ ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിന് എന്താണ് ട്രയേജ് കൊടുക്കണം അല്ലെ. അതല്ലെങ്കിൽ എന്താണ് അവര് സ്ക്രീൻ ചെയ്യണം, അവര് നോക്കണം അല്ലെ, നിരീക്ഷിക്കണം അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത് നോക്കണം അല്ലെ. അതാരം ചെയ്യുക? ഒന്നില്ലെങ്കിൽ മസ്റ്റ് ബി പെർഫോംഡ് ബൈ എ ഫിസിഷ്യൻ. ഫിസിഷ്യൻ നോക്കുക, ഡോക്ടർ നോക്കുക. ഓർ ട്രെയിൻഡ് RN വിത്ത് EMT. എന്താണ് ഇപ്പൊ ഡോക്ടർ ഒന്നുമില്ല, ആ പേഷ്യന്റിനെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അവിടെ ഡോക്ടർ ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സിൽ എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും RN ആയിട്ട് ഉണ്ടായിരിക്കുന്നത്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള RN ആരുടെ കൂടെ EMT ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യത്തില് RN നോക്കുക. ഫിസിഷ്യൻ ഇല്ലാത്ത സാഹചര്യത്തില് രജിസ്റ്റേർഡ് നഴ്സ് EMT ടെക്നീഷ്യന്റെ സഹായത്തോടു കൂടി നോക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, eligible and appropriate medical record must be established for each individual. എന്താണ് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തിക്കും, ഓരോ പേഷ്യൻസിനും വ്യക്തവും അനുയോജ്യവുമായ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. എന്താണ് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് വേണം അല്ലെ, സോഷ്യൽ ഡാറ്റ വേണം അല്ലെ, ആ പേഷ്യന്റിന്റെ പേരെന്താണ്, ഏജ് എന്താണ് അല്ലെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വേണം. പേഷ്യന്റിന് എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് അല്ലെ, എന്ത് അസുഖമായിട്ടാണ്, അല്ലെങ്കിൽ എന്ത് ആക്സിഡന്റ് പറ്റിയിട്ടാണോ, എന്ത് പറ്റിയിട്ടാണ് അവർ അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ വ്യക്തവും അനുയോജ്യമായ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക, സ്ഥാപിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് തന്നെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ വരുന്ന എന്തൊക്കെയാണ്? ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പോപ്പുലേഷന്റെ, അതായത് പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. പിന്നെന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ അവിടെ എഴുതിയിട്ടുള്ള രേഖാമൂലമുള്ള നയങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുയോജ്യമായിട്ടായിരിക്കണം. പിന്നെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് കൊടുക്കുന്ന അനുബന്ധ സർവീസുകൾ എന്തായിരിക്കും? അനുബന്ധ സർവീസുകള് ലാബുകള്, സ്കാനിങ് സെക്ഷനുകള് അല്ലെ, ഓപ്പറേഷൻ സെക്ഷന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്, പിന്നെ പ്ലാസ്റ്റർ ഇടണമെങ്കിൽ അങ്ങനെയുള്ള അല്ലെ, അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അനുബന്ധ സർവീസുകളാണല്ലേ. അപ്പൊ എന്താണ് ആ പേഷ്യന്റിന് എന്തെങ്കിലും അനുബന്ധ സർവീസുകള് വേണ്ടി വന്നാൽ അതെന്താണ് ക്വാളിറ്റി ഉള്ളത്, ഗുണനിലവാരമുള്ളതും സേഫ്റ്റി സുരക്ഷിതത്വമുള്ളതാണോ എന്ന് മെഡിക്കൽ നഴ്സിംഗ് ഡയറക്ടർ എന്താണ് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കെയർ, പരിചരണം എന്താണ് തുടർച്ചയായി വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി മെഡിസിൻസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും മെഡിക്കൽ ഡയറക്ടർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. എന്താണ് ആ മെഡിസിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകളുണ്ടോ, ആ മെഡിസിൻ കഴിച്ചത് കൊണ്ട് ആ പേഷ്യന്റ് എന്തെങ്കിലും റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള ആ മെഡിസിൻസിന്റെ എമർജൻസി മെഡിസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ഈ മെഡിക്കൽ ഡയറക്ടർ എന്താണ് വിലയിരുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് ഓൾ ന്യൂ സ്റ്റാഫ് എന്നാണ് പുതുതായി ജോയിൻ ചെയ്യുന്ന അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പുതിയ സ്റ്റാഫുകൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ കൊടുക്കുക. എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ആ ഹോസ്പിറ്റലിന്റെ ദൗത്യം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. എന്താണ് അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യുക, അവർക്ക് ആവശ്യമായ കെയർസ് കൊടുക്കുക, ക്വാളിറ്റി ഉള്ളതും അല്ലാതെ ക്വാളിറ്റി അഷുറൻസ് ഉള്ളതും അല്ലെ സേഫ്റ്റി ഉള്ളതുമായ ട്രീറ്റ്മെന്റുകളും കെയർസും അവർക്ക്
കൊടുക്കുക. പിന്നെന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിന്റെ എൻ്റർ ആക്കിയത് മുതൽ അല്ലെ കൊണ്ടുവന്നത് മുതൽ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ എന്താണ് നല്ല രീതിയിൽ ചെയ്യുക. നെക്സ്റ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫുകളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക. പിന്നെന്താണ് മെഡിക്കൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ സ്റ്റാഫുകൾ അവരുടെ പ്രൊഫഷണൽ അറിവും വൈദഗ്ധ്യവും ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കൊടുക്കുക. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ട്രയേജ് കൊടുക്കുന്ന സമയത്തും സ്ക്രീനിങ് അതായത് മോണിറ്റർ ചെയ്യുന്ന നിരീക്ഷിക്കുന്ന സമയത്തൊക്കെ എന്താണ് ഒന്നില്ലെങ്കിൽ ഫിസിഷ്യൻ ചെയ്യുക, അതല്ലെങ്കിൽ ഫിസിഷ്യന്റെ അഭാവത്തിൽ അല്ലെ ഇപ്പൊ ഫിസിഷ്യൻ ഒന്നുമില്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് നേഴ്സ് EMT ടെക്നീഷ്യന്റെ സാന്നിധ്യത്തില് ട്രയേജ് ഒക്കെ കൊടുക്കുക. പിന്നെ എന്താണ് അവിടെ കൊണ്ടുവരുന്നിരിക്കുന്ന പേഷ്യൻസിനെ എല്ലാവർക്കും വ്യക്തവും അനുയോജ്യമായ മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക. നെക്സ്റ്റ്, മിനിമം SOPs എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തുന്നത്? എന്താണ് പേഷ്യന്റിനെ സ്വീകരിക്കുക, അവരുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക, പേഷ്യന്റിന് ട്രയേജ് കൊടുക്കുക, എന്താണ് പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ വേറെ ഏതെങ്കിലും ICUയിലേക്കോ വെന്റിലേറ്ററിലേക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റൂമിലേക്കോ എന്താണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുക, റെഫറൽ ചെയ്യുക, എന്താണ് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ അങ്ങോട്ടൊക്കെ റെഫറൽ കൊടുക്കുക. പിന്നെ എന്താണ് പേഷ്യൻസിനെ ഡിസ്ചാർജ് അവരുടെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കണം ഹോസ്പിറ്റലില് വേണ്ട അല്ലെ, അവരെ ഡിസ്ചാർജ് ചെയ്യുക. പിന്നെന്താണ് ഡെഡ് കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ് കോഡ് ബ്ലൂ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് നഴ്സുമാർക്ക് അതല്ലെങ്കിൽ അതിനാവശ്യമായ എക്യുപ്മെന്റ്സുകളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. മെഡിക്കോ ലീഗൽ കേസുകൾ എന്താണ് ഹോസ്പിറ്റലുകളില് എന്താണ് ആക്സിഡന്റുകള്, ട്രോമ അല്ലെങ്കിൽ അടിപിടി കേസുകൾ അല്ലെങ്കിൽ എന്താണ് സൂയിസൈഡിങ് അറ്റംപ്റ്റുകള് അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ കൊണ്ടുവന്നാൽ എന്താണ് മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് പെരുമാറ്റ ചട്ടങ്ങള് ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഡൗട്ട്സ് ഉണ്ട് ആർക്കെങ്കിലും? നെക്സ്റ്റ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ഗുണനിലവാര സൂചകങ്ങള്. എന്താ നമ്മ ഒരു കാര്യം നമുക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു, ആ ഡ്രസ്സിന്റെ ഗുണനിലവാരം നല്ല ഡ്രസ്സാണ് നമ്മ എങ്ങനെയാ പറയണേ? നമ്മ ഒരു ചുരിദാർ പോലെ ഒരു കുർത്തി മേടിച്ചു, ഒരു ടോപ്പ് മേടിച്ചു, അതെങ്ങനെയാ നമ്മ അതിന്റെ ഗുണനിലവാരം പറയുന്നേ? എങ്ങനെയാ പറയുന്നേ? മെറ്റീരിയൽ നോക്കൂല്ലേ? നോക്കോ? മെറ്റീരിയൽ നോക്കും, സ്റ്റിച്ചിങ് നല്ലതാണോ നോക്കും, എന്താണ് കളർ അല്ലെ നമ്മൾ വിചാരിച്ച കളർ തന്നെയാണോ, ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റുമോ, പിന്നെന്താണ് നമ്മ പറഞ്ഞ സൈസ് തന്നെയാണോ എന്നൊക്കെ നോക്കില്ലേ? അപ്പൊ അതേപോലെ അതെന്താണ് അത് ആ സാധനം ഗുണനിലവാരം ഉള്ളതാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മ അതിന്റെ മെറ്റീരിയൽ സ്റ്റിച്ചിങ് ഒക്കെ നോക്കുന്നത്. അപ്പൊ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഗുണനിലവാര സൂചകങ്ങൾ എന്തൊക്കെയായിരിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗുണനിലവാരമുള്ളതാണോ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നോക്കുന്നത് നമുക്ക് നമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിട്ടായിരിക്കും? എന്താണ് നോക്കാം? എക്സ്പീരിയൻസ്, ഡോക്ടേഴ്സിന്റെ സർവീസ് അല്ലെ, നല്ല രീതിയിലുള്ള സർവീസ് ആണ് നമുക്ക് ലഭിച്ചെന്ന് നോക്കൂല്ലേ? നോക്കോ? ചില ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ബഹളം ഉണ്ടാവാറുണ്ട് അല്ലേ?
കേസുകളൊക്കെ വരാറുണ്ട്. എന്താണ്, ഒരു പേഷ്യന്റിനെ എമർജൻസി സെക്ഷനിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാണ്ട് അവരുടെ ജീവൻ അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവൂല്ലേ? അപ്പൊ അവിടെ കൊടുത്ത ട്രീറ്റ്മെന്റ് ഗുണനിലവാരമുള്ളതാണോ? ക്വാളിറ്റി ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ പേഷ്യന്റിന് കൊടുത്തത്? അല്ല. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. എന്താണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. എന്താണ്, ഒരു കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എന്താണ്, അവർക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയി, അവരെന്താണ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവരുടെ റൂമിലേക്കോ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യില്ലേ? ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ എന്താണ്, അവരെ നില വഷളാവണം അല്ലെ? അവർക്ക് കുറച്ചുകൂടി എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാവണം അവര് വീണ്ടും. അപ്പൊ എന്ത് ചെയ്യാ, അവർക്ക് വീണ്ടും അവർ ഐസിയുലേക്കൊക്കെ പ്രവേശിപ്പിക്കേണ്ടി വരും അല്ലേ? അവരെ വീണ്ടും ഐസിയുലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കൊക്കെ വീണ്ടും പ്രവേശിപ്പിക്കേണ്ടി വരും. അതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ക്ലിയർ ആയോ? ഒരു പേഷ്യന്റിനെ എമർജൻസി, അപ്പൊ എന്താണ്, അവർക്ക് അതിനുള്ള ഐസിയുൽ ബെഡ് ആവശ്യമായിട്ട് വരും അല്ലേ? ആ സമയത്ത് ഐസിയുൽ ബെഡ് അവൈലബിൾ ആയിട്ട് വേണ്ടി വരും അല്ലേ? അതല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഇവര് ഐസിയുന്ന് മാറ്റുന്ന സമയത്ത് എന്താണ്, വേറെ ഒരു പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ അവരെ നമ്മൾ ആ ബെഡിലേക്ക് കിടക്കും അല്ലേ? അപ്പൊ എന്താ, വീണ്ടും ഇവര് ക്രിട്ടിക്കൽ സ്റ്റേജിലായി കഴിഞ്ഞാൽ അവരെ കിടത്തുന്നതിനായിട്ടുള്ള സ്പേസ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതെന്താണ്, അൺപ്ലാൻ ആയിട്ടുള്ള ആസൂത്രിതമല്ലാത്ത ഒരു ഹാജർ നിരക്കാണ് അല്ലെ? ഐസിയു ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ഒരു ആസൂത്രിതമല്ലാത്ത ഒരു പേഷ്യന്റ് ആണ്. അതാണ് പറയുന്നത്. എന്താണ്, ഒരു പേഷ്യന്റിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ്, അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ, കെയേഴ്സ്, മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവർ ഓക്കെ ആയി. യൂട്യൂബ് ലിങ്ക് അറിയില്ല കേട്ടോ, ഞാൻ ടെക്നിക്കലിൽ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്താണ്, അവരെ വീണ്ടും എന്താണ്, അവരെ നില വഷളായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് അവരെ വീണ്ടും എന്താണ് ഐസിയുയിലേക്കോ വെന്റിലേറ്ററിലേക്കോ പ്രവേശിപ്പിക്കേണ്ടി വരുന്നതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. നെക്സ്റ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ്, നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ, ഇപ്പൊ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ടാ അവർക്ക് പെട്ടെന്ന് തന്നെ അല്ലെ എമർജൻസി ആയി എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ? കൊടുക്കണോ? മെഡിസിൻസ് കൊടുക്കണം, എന്തെങ്കിലും ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൊടുക്കണം അല്ലെ? അപ്പൊ എന്താണ്, അവര് എത്ര സമയം ആകെ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എന്താണ്, ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് എന്താ, അവര് തിരിച്ചു പോവുക ഡോക്ടറെ കാണാതെ, അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാകാതെ, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായ ഡോക്ടറിന്റെ സേവനം എന്താണ് അവർക്ക് പോരാന്ന് തോന്നുക, ക്വാളിറ്റി ഉള്ളതല്ല, എന്താണ് നല്ല ഡോക്ടറാന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് എന്താ, അവിടെ ആ പേഷ്യന്റിനെ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ക്ലിയർ ആയോ? ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്താണ്, ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച ട്രീറ്റ്മെന്റ് എന്താണ്, ക്വാളിറ്റി ഉള്ളതല്ല, എന്താണ് ബെറ്റർ അല്ല എന്ന് തോന്നിയിട്ട് അവിടെ നിന്ന് വേറെ എങ്ങോടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, ആ സമയത്ത് ഒരു ഡോക്ടറെ സേവനം ലഭ്യമല്ലാണ്ട് വരിക. അതല്ലെങ്കിൽ എന്താണ്, ലഭ്യമായ അവിടെ നിന്ന് ഒരു ഡോക്ടർ പക്ഷെ എന്താണ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് പക്ഷെ ഇവർക്ക് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല അല്ലെ? നമ്മളാണെങ്കിൽ അങ്ങനെയാണ്, നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വയ്യാണ്ടായി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരവിടെ കിടത്തോ?
എടുത്തോ? ഇല്ല. നമ്മ എന്ത് ചെയ്യാം? അവരെ ഷിഫ്റ്റ് ചെയ്യല് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്താണ്? പ്രാഥമിക വിലയിരുത്തല്. എന്താണ് ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെന്നാൽ എന്താണ് അവരെന്താണ് ഒരു പ്രാഥമികമായിട്ട് ആ പേഷ്യന്റിനെ കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുള്ളൂ. എന്താണ് പേഷ്യന്റിന് ഇതിനു മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് ഇവര് തുടർച്ചയായി എന്താണ് സ്ഥിരം എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിക്കുന്നവരാണോ? ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെ? അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉണ്ടാവുന്നതാണോ അല്ലെ? അങ്ങനെ ഇനീഷ്യൽ ആയിട്ട് ഒരു അസസ്മെന്റ് നടത്തും അല്ലെ? നടത്തോ? നടക്കും. അപ്പൊ എങ്ങനെയാണ് ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം വേണ്ടി വന്നു? ഇതൊക്കെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നാല് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇങ്ങനെയുള്ള ഇനീഷ്യൽ അസസ്മെന്റുകളൊക്കെ എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? നെക്സ്റ്റ് ടൈം ടു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു? സർവീസ് എക്സ്പീരിയൻസ് എന്താണ്? അവിടെ നിന്ന് ലഭിച്ച സേവന പരിചയം നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ, ഗുഡ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുണനിലവാരം നോക്കുന്നത്. ആണോ? ക്ലിയർ ആയോ അത്? അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് എന്താണ്? ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ഐസിയുന്നത് മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ക്രിട്ടിക്കൽ ആയിട്ട് വീണ്ടും അവരെന്താണ് ഐസിയുലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എത്ര സമയം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നു? നെക്സ്റ്റ് എന്താണ്? അവിടെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് ഡോക്ടറെ കാണാട്ടോ അല്ലെങ്കിൽ കിട്ടിയ സേവനം അവർക്ക് എന്താണ് അവർ തൃപ്തരല്ലാണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് വന്നിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുപോവുക. നെക്സ്റ്റ് എന്താണ്? ഇനീഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം വേണ്ടി വന്നു? ടൈം ടു ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? സർവീസ് എക്സ്പീരിയൻസ് സേവന പരിചയം നല്ലതാണോ, ഗുണനിലവാരമുള്ളതാണോ, ക്വാളിറ്റി ഉള്ളതാണോ എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്? നെക്സ്റ്റ് എടുത്തോട്ടെ? ഓക്കെ. നെക്സ്റ്റ് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓഫ് സെക്രട്ടറി. എമർജൻസി റൂം ക്ലർക്കിന്റെ റോള് എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ? ഒന്ന് പറയാമോ? ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോ ആരാണ്? ക്ലർക്ക്, സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോ അവരെന്തായിരിക്കും അവരുടെ ഡ്യൂട്ടീസ്? ഒരു ഓഫീസിലാണെങ്കിൽ ഒരു ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? രജിസ്ട്രേഷൻ അല്ലെ? പിന്നെ എന്താണ്? അവർ ഫയലുകൾ അല്ലെ? ഫയലുകൾ കൈകാര്യം ചെയ്യുക. Okay, interview patients to obtain biographic, demographic and financial data. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം അല്ലെ? എന്താണ്? ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ രജിസ്ട്രേഷൻ പർപ്പസ് ആൻഡ് enter information so gathered into hospital computer system. എന്താണ്? പേഷ്യൻസിന്റെ ബയോഗ്രഫിക്, ഡെമോഗ്രഫിക് അതായത് അവര് എന്താണ് വിവരങ്ങളെ ചോദിച്ച് സോഷ്യൽ ഡാറ്റ ഒക്കെ എടുക്കുക. ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ എന്താണ്? ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ എന്തെങ്കിലും സർജറീസ് ഒക്കെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ഡാറ്റ ചോദിക്കില്ലേ? ചോദിക്കോ? നിങ്ങൾക്ക് ഈ ഇത്ര രൂപ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നിങ്ങളുടെ കൈവശമുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? റിലേറ്റീവ്സിനൊക്കെ ചോദിച്ച് മനസ്സിലാക്കൂല്ലേ? അതല്ലെങ്കിൽ എന്താണ്? ഫിനാൻഷ്യൽ ഡാറ്റ ഇത് നമ്മുടെ ഒരു പേയ്മെന്റ് മോഡ് എന്താണ്? ഇൻഷുറൻസ് ആണോ അതല്ലെങ്കിൽ ക്യാഷ് ആണോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ്
അവരെന്താണ് ഈ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. Next, register an emergency room patient, file, retrieve medical records for the emergency room physician. Responsibility for processing emergency room admissions എന്താണ്? എമർജൻസി റൂമിലെ അഡ്മിഷന് വേണ്ടിയിട്ടും എമർജൻസി റൂമിലെ ഫിസിഷ്യന് വേണ്ടിയിട്ട് എന്താണ് അവര് ഫയൽ റിട്രീവ് ചെയ്യുക. എന്താണ്? പഴയ ഫയൽ, അവരുടെ പഴയ ഫയൽ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക, അതല്ലെങ്കിൽ പുതിയ ഫയല് ഓപ്പൺ ചെയ്യുക. ക്ലിയർ ആയോ? എമർജൻസി റൂമിലെ അഡ്മിഷന് വേണ്ടിയിട്ടും എമർജൻസി റൂമിലെ എന്താണ് ഫിസിഷ്യനിലെ ഡോക്ടറിന് ചെക്കപ്പ് എന്താണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പഴയ ഫയല് വീണ്ടെടുക്കുകയോ പുതിയത് ഓപ്പൺ ചെയ്യുകയോ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്യുക. ക്ലിയർ ആയോ? സാധാരണ നടത്തുന്ന പോലെ തന്നെ പഴയ ഫയൽ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് ആ പഴയ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടില്ലേ. ഇവർക്ക് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ഇവർ എന്തൊക്കെ മെഡിക്കേഷൻസ് അല്ലെ എന്തൊക്കെ മെഡിസിൻസ് കഴിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ എന്തെങ്കിലും സ്കാനിങ്ങുകളോ ചെയ്തിട്ടുണ്ടെന്നതാണ് ഈ ഡോക്ടർക്ക് വിവരം ലഭിക്കില്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പഴയ ഫയൽ വീണ്ടെടുക്കുകയോ അതല്ലെങ്കിൽ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുകയോ എന്താണ് എമർജൻസി റൂമിലേക്ക് രജിസ്റ്റർ ചെയ്യുക. ഈ പേഷ്യന്റ് രജിസ്ട്രേഷൻ നടത്തുക. പിന്നെ എന്താണ് അഡ്മിഷൻ പർപ്പസുകൾ നടത്തുക. നെക്സ്റ്റ്, പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എന്താണ്? നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. എന്തായിരിക്കും? അവരെ നല്ല രീതിയിൽ പേഷ്യൻസിനെ അവരുടെ റിലേറ്റീവ്സിനെ നല്ല രീതിയിൽ സ്വീകരിക്കുക. അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും എന്താണ് ഇൻഫർമേഷൻസ് അറിയാൻ, വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ എന്താണ് ഈ ക്ലർക്കില് എന്താണ് എമർജൻസി റൂം ക്ലർക്ക് പറഞ്ഞു കൊടുക്കുക. എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്, നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ദി ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്. എന്താണ്? പേഷ്യൻസിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫെസിലിറ്റീസും അതല്ലെങ്കിൽ അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്. അതർ മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ആംബുലൻസ് സർവീസുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളോ അല്ലെ, അല്ലെങ്കിൽ വീൽ ചെയേഴ്സോ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ അവർക്ക് അതൊക്കെ എന്താണ് ചെയ്തു കൊടുക്കുക. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്. എന്താണ്? പേഷ്യന്റിന്റെ അഡ്മിഷന്റെ സമയത്ത് അല്ലെ അവർക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും അതർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വന്നാൽ ഇപ്പൊ ലാബ് ടെസ്റ്റുകൾ വേണ്ടി വന്നാൽ അതിനൊക്കെയുള്ള സൗകര്യം എടുക്കുക. അതല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടില്ല അവർക്ക് എന്താണ് ബില്ല് സെറ്റിൽ ചെയ്യാനൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ, റൂം ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ, എവിടെ പോകണം റൂം എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ. അതല്ല എന്താണ് വീൽ ചെയർ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസുകളൊക്കെ എന്താണ് ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. നെക്സ്റ്റ്, അസസ് പേഷ്യൻസ് അതർ നീഡ്സ് ഫ്രം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ലൈക്ക് നീഡ് ഓഫ് ആംബുലൻസ് സർവീസസ് ഓർ റെഫറൽ. എന്താണ്? ഈ പേഷ്യൻസിന് ആംബുലൻസ് സർവീസുകളോ അതല്ലെങ്കിൽ റെഫറൽ ആയിട്ട് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണാനായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, അസസ് പേഷ്യൻസ് അതൊക്കെ പറഞ്ഞ ഗ്രീവൻസ് റിഡ്രസൽ. എന്താണ്? പരാതികൾ പരിഹരിച്ചു കൊടുക്കുക. പേഷ്യൻസിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്ന് ലഭിച്ച ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ബെഡ് അറേഞ്ച്മെന്റ്സ്. എന്താണ്? ബെഡ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ കിടക്ക എന്താണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന റൂമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കിടക്കകളുമായി വാർഡിലാണെങ്കിലേ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ
അതെന്താണ് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് പരിഹരിച്ചു കൊടുക്കുക. നെക്സ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. എന്താണ് MLC കേസുകൾ, മെഡിക്കോ ലീഗൽ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ഡാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് അഗേൻസ്റ്റ് ഡാമ, DAMA, ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ്, ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഏതെങ്കിലും ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരമോ അതല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം എന്താണ് അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അഡ്മിറ്റ് ആക്കിയിട്ട് എന്താണ് അവരുടെ നിർദ്ദേശപ്രകാരം, അവരെ ഡിസ്ചാർജ് ആക്കിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ഇവരവിടെ നിന്ന് എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോകുക. ഇവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന എന്തെങ്കിലും സർവീസുകൾ ട്രീറ്റ്മെന്റുകൾ ബെറ്റർ അല്ല, ക്വാളിറ്റി ഉള്ളതല്ല എന്ന് തോന്നിയിട്ട് അവിടെ എന്താണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക. ഡോക്ടറുടെ അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഡിസ്ചാർജ് വാങ്ങി പോകുക. ക്ലിയർ ആയോ? അങ്ങനെയുള്ള ഡാമ കെയർ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസ്, MLC മെഡിക്കോ ലീഗൽ കേസസ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് RTA. MLC മെഡിക്കോ ലീഗൽ കേസസ്. Next, medical legal cases is made based on patient's condition or unnatural cause of injury എന്താണ് or RTA etc. എന്താണ് മെഡിക്കൽ ലീഗൽ കേസുകൾ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് എന്താണ് ആക്സിഡന്റ് പറ്റി, എന്താണ് സൂയിസൈഡ് അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ പോയിസണിങ് ഉള്ളിൽ ചെല്ലുക അല്ലെങ്കിൽ അൺനാച്ചുറൽ കോസ് ഓഫ് ഇഞ്ചുറി എന്താണ് സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഇഞ്ചുറീസ് അപകടങ്ങളെ പറ്റി കൊണ്ടുവരുന്നത് അല്ലെ. ഇപ്പൊ ഒരു ഡോക്ടർക്ക് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാല് മനസ്സിലാവും അല്ലെ എന്താണ് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള പരിക്ക് പറ്റിയതാണോ അതല്ലെങ്കിൽ അവരാരെങ്കിലും അപായപ്പെടുത്താൻ നോക്കിയതൊക്കെയാണെന്ന് എന്താണ് ഈ ഡോക്ടർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള അൺനാച്ചുറൽ കേസ് ഓഫ് ഇഞ്ചുറീസ്. പിന്നെന്താണ് RTA എന്ന് പറഞ്ഞാല് റോഡ് ട്രാഫിക് ആക്സിഡന്റിന്റെ കേസുകളൊക്കെയാണ് MLC എന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ്സ് ഓഫ് സച്ച് കേസസ് ആർ entered in the medical legal cases with the details of the patients and accident and the patient case file is stamped as medical legal. ഇങ്ങനെയുള്ള കേസുകൾ ഒക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ അവരുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, എന്ത് ആക്സിഡന്റ് ആണ് സംഭവിച്ചത്, അവർക്ക് എന്ത് അപകടമാണ് സംഭവിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയാണ് എന്താണ് മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഈസ് ഇൻഫോർമഡ് ഇമ്മീഡിയറ്റ്ലി. ഇങ്ങനെ മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം എന്താണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ആ ഹോസ്പിറ്റല് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കും. കാഷ്വാലിറ്റി ഇൻചാർജ് or will be informing the police based on the casualty in charge or treating consultant instruction. ആരാണ് പോലീസിലേക്ക് വിവരം അറിയിക്കേണ്ടത്? ആദ്യ നിർദ്ദേശപ്രകാരമാണ്. ആ കാഷ്വാലിറ്റിയിലെ ഇൻചാർജ് ഏത് ഡോക്ടർ ആണോ ഏത് കൺസൾട്ടന്റ് ആണോ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ കേസുകള് ഹോസ്പിറ്റലിലേക്കല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നത്. ക്ലിയർ ആയോ? റോൾ ഓഫ് ക്ലർക്കിന്റെ റോളുകൾ എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ എന്താണ് ബയോഗ്രഫിക്ക് അതായത് പേര്, വയസ്സ്, ഏജ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സോഷ്യൽ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ കളക്ട് ചെയ്ത് അവിടുത്തെ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്താണ് പേഷ്യന്റിന്റെ ഫയലില് രജിസ്ട്രേഷൻ നടത്തുക, അവർക്ക് പുതിയ ഫയൽ വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ പഴയത് വീണ്ടെടുക്കുക. എന്താണ് അവിടുത്തെ
എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യന് വേണ്ടിയിട്ട് എന്താണ് പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുകയോ പഴയത് വീണ്ടെടുക്കുകയോ ചെയ്യുക. പിന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് പേഷ്യൻസിനെ മെഡിക്കൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടോ അതല്ലാതെ അതർ മെഡിക്കൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നൽകുക. നെക്സ്റ്റ് എന്താണ് പേഷ്യൻസിന് ആംബുലൻസ് സർവീസുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും റെഫറലോ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ഉണ്ടെങ്കിൽ അതിനുള്ള സർവീസുകൾ സേവനങ്ങൾ ലഭ്യമാക്കുക. എന്താണ് പരാതികൾ പരിഹരിക്കുക. ബെഡ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സിനെ വിവരം അറിയിക്കുക. എന്നാണ് MLC കേസുകൾ മെഡിക്കോ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഡാമ പേഷ്യൻസ് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുക. പിന്നെ എന്താണ് മെഡിക്കൽ ലീഗൽ കേസസ് എന്താണ് പേഷ്യൻസിന്റെ കണ്ടീഷന് അല്ലെങ്കിൽ സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയത് അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് പറ്റിയ കേസുകളൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞ് അവര് ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും എന്ത് അപകടമാണോ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഈ കേസ് ആ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കും. എന്താണ് ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിവരങ്ങൾ ഇത് പോലീസിനെ വിവരം അറിയിക്കുന്നത്? ആർഗ്യാഷാലിറ്റിയിലെ ഇൻചാർജ് ആരാണോ ഏത് ഡോക്ടറാണോ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ MLC കേസുകൾ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് പരാതികൾ പരിഹരിക്കുക. എന്താണ് അപ്പോ ഈ പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സർവീസുകളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ എന്താണ് അതെല്ലാം പരിഹരിച്ചു കൊടുക്കുക. എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവരം അറിയിക്കുക അല്ലെ. ഈ സെക്രട്ടറി ആ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ആ സെക്ഷനിലേക്ക് വിവരം അറിയിച്ചിട്ട് പരാതികൾ പരിഹരിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ ഇന്ന് മിസ് എടുത്തത്? ഓക്കെ. അപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മിസ്സിന്റെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി മിസ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ വാർഡാണ് കേട്ടോ. അപ്പൊ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ. ക്ലാസ്സിലെ ടീച്ചർ റിപ്പയറിനുണ്ട് മാഡം.